മാർക്കറ്റിംഗ് ടീമിലെ അനീഷ് പറഞ്ഞൊരു പോയിന്റ് തന്നെ എനിക്ക് എല്ലാവരുടെ ചിന്ത. ഞങ്ങൾ 30 ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്തയാ എന്താ 30 ദിവസം പറഞ്ഞു 30 ദിവസം പോകണ്ടേ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. 2025 ഡിസംബറിന് ഞങ്ങളുടെ മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുത്തു. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ഞങ്ങൾക്ക് ഉറപ്പാക്കണം. അതിനായി മാനേജ്മെന്റ് ചെയ്ത് 200-ലധികം വരുന്ന സാലറി ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്ത് ഇന്ന് ഏകദേശം 2400 അക്കോമഡേഷൻ പാസ് വിട്ടിട്ട് ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തുറക്കുന്നതിന് മുമ്പ് 2400 പാസ് വിട്ടിട്ട് തുടങ്ങിയ കളിയാണിത്. ഇനി നിങ്ങൾ പറ, ഇത് ഞങ്ങൾ 30 ദിവസം ഓടിക്കുവോ ഇല്ലയെന്നുള്ളൂ. ഓടിക്കോ ഇല്ലയോ? Airbnb ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ, സെലിബ്രിറ്റി പ്രൊമോഷൻ എല്ലാം വേറെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഒപ്പം ചങ്ക് പറിച്ചു നിൽക്കാൻ അപ്പോ 30 ദിവസത്തെ കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് കണക്ക് കൂട്ടാം. 25 ദിവസം പോയാലും ഒരു 5 lakh റവന്യൂ കയറുന്ന പ്രൊജക്റ്റ് ആണ്. ഒരു 20 ദിവസം പോയാലും ഒരു 4 ലക്ഷം രൂപ ഒരു റവന്യൂ കയറുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നമുക്കറിയാം ടൂറിസത്തിൽ എല്ലാവരും കണക്കാക്കുന്നത് 15 മുതൽ 20 ദിവസം വരെയൊക്കെ റൺ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു 15 ദിവസം മാത്രം പോയാലും ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ റവന്യൂ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് എറണാകുളത്ത് ഒരു 1 CR ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 1 CR എന്ന് ഡൈല്യൂട്ടഡ് ആക്കാൻ പറ്റും, എന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇന്ന് 1.5 കോടി 2 കോടിയുടെ ഒക്കെ വില്ലയിൽ മാക്സിമം പോയാൽ 50,000 രൂപ വാടക. അത് എത്ര വർഷം എടുക്കും ആലോചിച്ച് നോക്കി. ഏറ്റവും കുറഞ്ഞ 20 വർഷങ്ങൾ എടുക്കും ഇട്ട കാശ് തിരിച്ചു കിട്ടാൻ. മാത്രമല്ല മെയിൻ്റനൻസ്, അല്ലെ, അതിന്റെ പുറകിൽ നിൽക്കണം. ഇനി ഒരു കടമുറി ആയിക്കോട്ടെ, ഇനി ബാങ്കിൽ FD ഇടുന്നായിക്കോട്ടെ, നിങ്ങൾ ഓരോ കണക്കും വെച്ച് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇതില് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ ഇസ് ഇറ്റ് വർത്തി ഓർ നോട്ട്? നല്ലതാണോ? അപ്പോ ലിൻസൺ സാർ പറഞ്ഞു, ഞാൻ അത് തന്നെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു വീടോ വില്ലയോ എറണാകുളത്ത് വാങ്ങിയാൽ നമുക്ക് 1 കോടി രൂപയുടെ സെറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ലിൻസൺ സാർ പറഞ്ഞത്രയും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ചിരിക്കുന്നുണ്ടാവും. 50,000 രൂപയല്ലേ കിട്ടില്ല. ഒരു 30,000 മുതൽ 40,000 രൂപയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഇത് റിട്ടേൺ തിരിച്ചു പിടിക്കണമെങ്കിൽ 1 കോടി രൂപ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 18 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ എടുക്കും. അവിടെയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ സാധ്യത. കാരണം ഒരു 15 ദിവസം മാത്രം പോയാൽ പോലും ആവറേജ് 3 ലക്ഷം രൂപ. എങ്ങനെ നോക്കിയാലും 3 മുതൽ 4 വർഷത്തിനുള്ളിൽ 100% ഈ ഒരു കോട്ടേജിന്റെ ഇൻവെസ്റ്റ്മെന്റ് മണി നമ്മൾക്ക് തിരികെ ലഭിച്ചിട്ടുണ്ടാവും. മാത്രമല്ല പിന്നെ അങ്ങോട്ട് 4-ാമത്തെ വർഷം മുതൽ 5-ാമത്തെ വർഷം മുതലോ പിന്നെ കിട്ടുന്നെന്താ, 0 ഇൻവെസ്റ്റ്മെന്റിലൂടെ ലൈഫ് ലോങ് തലമുറ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വരുമാനം ലഭിക്കുന്ന. അങ്ങനെ ലൈഫ് ലോങ് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ എന്റെ മാവും പൂത്തേ എന്ന് പറയുന്ന പോലെ എന്റെ ചന്ദ്രവും 15-ാം വർഷം എന്റെ ചന്ദ്രവും ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ ഇവിടെ? എന്റെ ചന്ദ്രവും അപ്പൊ എന്റെ ചന്ദ്രൻ. അപ്പൊ എനിക്ക് അനീസ് സാറേ, ഈ എനർജി ഇല്ലാത്തതിന്റെ കാര്യം, നമ്മൾ ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും പറഞ്ഞിട്ട് നിങ്ങൾ കിളി പോയിട്ട് പേടിക്കണ്ട കേട്ടോ. ലക്ഷങ്ങളും കോടികളും ഒന്നും നോക്കണ്ട. ഞങ്ങള് ഒരു പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളൊന്നും ഇല്ലെങ്കിലും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിനും നിങ്ങൾക്ക് ഹ്യൂജ് റിട്ടേൺ കിട്ടും. അത് മറ്റൊന്നുമല്ല, ഇതിനെ ഒരു ബ്രേക്ക് ഈവൻ ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് 1 lakh ഓൺവേർഡ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഏറ്റവും